ക്ലാസ് 5 ഖുർആൻ പഠനം മാതൃകാ ചോദ്യങ്ങളും ഉത്തരങ്ങളും ലെസൺ 11 to 18. 1. കഅബയെ പൊളിച്ചു കളയാൻ സൈന്യവുമായി പുറപ്പെട്ട യമൻ ഗവർണർ ആരാണ്? ഫിർഔൻ, അബ്രഹത്ത്, അബൂജഹൽ, നമ്രൂദ്. ഉത്തരം ബി, അബ്രഹത്ത്. അബ്രഹത്താണ് കഅബയെ പൊളിച്ചു കളയാൻ വന്ന യമൻ ഗവർണർ. 2. സദാ പരിഹസിക്കുന്നവൻ എന്നർത്ഥമുള്ള പദമേത്? മുഅ്സദ, ലുമസ, ഹുമസ, അൽ അഫ്ഇദ. ഉത്തരം സി, ഹുമസ. ഹുമസ എന്ന പദത്തിൻ്റെ അർത്ഥമാണ് സദാ പരിഹസിക്കുന്നവൻ. 3. എന്താണ് ഹുത്തമ? സ്വർഗം, നരകത്തി, ഖബർ, മഹ്ശറ. ഉത്തരം ബി, നരകത്തി. ഹുത്തമ എന്നാൽ നരകത്തി എന്നാണ് അർത്ഥം. 4. കാലത്തിൻ്റെ പേരിൽ സത്യം ചെയ്തു തുടങ്ങുന്ന സൂറത്തേത്? അൽ ഖാരിഅ, അൽ ഫീൽ, അൽ അസ്ർ, ഖുറൈശ്. ഉത്തരം സി, അൽ അസ്ർ. സൂറ അസ്റാണ് കാലത്തിൻ്റെ പേരിൽ സത്യം ചെയ്ത് പറയുന്ന സൂറത്ത്. 5. ഖുസ്ർ എന്ന പദത്തിൻ്റെ അർത്ഥമെന്ത്? ലാഭം, ക്ഷമ, സത്യം, നഷ്ടം. ഉത്തരം ഡി, നഷ്ടം. ഖുസ്ർ എന്ന പദത്തിൻ്റെ അർത്ഥം നഷ്ടം. 6. ധനം, വീട് തുടങ്ങിയ ഐഹിക സുഖ സൗകര്യങ്ങൾ മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഉണ്ടാവണമെന്ന ചിന്തയാണ് തകാസുർ, ഹാവിയ, ബയ്യിന, ബരിയ. ഉത്തരം എ, തകാസുർ. തകാസുറാണ് സുഖസൗകര്യങ്ങൾ അധികമുണ്ടാവണമെന്ന ചിന്തയുടെ അറബി പദം. 7. ഹത്താ സുർത്തുമുൽ ഡാഷ്, അൽ യഖീൻ, അൽ ജഹീം, അൽ മഖാബിർ, അൻ നഈം. ഹത്താ സുർത്തുമുൽ മഖാബിർ. ഉത്തരം സി. 8. സൂറത്തുൽ ഖാരിഅയിൽ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഖുറൈശികൾ, ആനക്കലഹം, കച്ചവടം, ഖിയാമത്ത് നാൾ. ഉത്തരം ഡി, ഖിയാമത്ത് നാൾ. 9. തുലാസുകൾ ഭാരം കുറഞ്ഞതാവുക എന്നതുകൊണ്ടുള്ള ഉദ്ദേശമെന്ത്? നന്മകൾ കുറയുക, തിന്മകൾ കുറയുക, നന്മകൾ വർദ്ധിക്കുക, ഇവയൊന്നുമല്ല. ഉത്തരം എ, നന്മകൾ കുറയുക. നന്മകൾ കുറയുക എന്നതിൻ്റെ ഉദ്ദേശമാണ് തുലാസുകൾ ഭാരം കുറഞ്ഞതാവുക എന്നത്. 10. തീർച്ചയായും മനുഷ്യൻ തൻ്റെ റബ്ബിനോട് നന്ദി കെട്ടവനാകുന്നു എന്ന് അർത്ഥം വരുന്ന ആയത്തേത്? യൗമ യകൂനു നാസു കൽ ഫറാശിൽ മബ്സൂസ് വഖാലൽ ഇൻസാനു മാ ലഹ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ് ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. ഉത്തരം സി, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. തീർച്ചയായും മനുഷ്യൻ തൻ്റെ റബ്ബിനോട് നന്ദി കെട്ടവനാകുന്നു. 11. ഇദാ ബുഅസിറ മാഫിൽ ഖുബൂർ എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഖബറുകളിൽ ഉള്ളതെല്ലാം ഇളക്കി മറിക്കപ്പെടുമ്പോൾ, ഹൃദയങ്ങളിൽ ഉള്ളതെല്ലാം പുറത്തെടുക്കുകയും ചെയ്യുമ്പോൾ, ഭൂമി വിറപ്പിക്കപ്പെട്ടാൽ, ജനങ്ങൾ ചിതറിയ പാറ്റകളെപ്പോലെ ആയിത്തീരുന്ന ദിവസം. ഉത്തരം എ, ഖബറുകളിൽ ഉള്ളതെല്ലാം ഇളക്കി മറിക്കപ്പെടുമ്പോൾ. 12. ചെറിയൊരു നന്മയാണെങ്കിലും അത് ചെയ്യാതിരിക്കരുത്, ചെറിയൊരു തിന്മയാണെങ്കിലും അത് ചെയ്തു പോകരുത് എന്ന് പഠിപ്പിക്കുന്ന ആയത്ത് ഏത് സൂറത്തിലാണ്? സിൽസാൽ, ആദിയാത്ത്, ബയ്യിന, അസ്ർ. ഉത്തരം എ, സിൽസാൽ. വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ എന്ന ആയത്ത് സൂറ സിൽസാലിലാണ്. 13. അഅമാൽ എന്നതിൻ്റെ ഏകവചനം ഏതാണ്? ഇൽമ്, അമൽ, യഅമലു,
യഅലമു. ഉത്തരം ബി അമൽ. അഅമാൽ എന്നതിൻ്റെ ഏകവചനമാണ് അമൽ. 14. ബഹുദൈവാരാധനയിൽ വിശ്വസിക്കുകയും അത് മതമായി അംഗീകരിക്കുകയും ചെയ്തവരാണ് മുനാഫിക്കുകൾ, അഹ്ലുൽ കിതാബ്, വേദക്കാർ, മുശ്രിക്കുകൾ. ഉത്തരം ഡി മുശ്രിക്കുകൾ. മുശ്രിക്കുകളാണ് ബഹുദൈവാരാധനയിൽ വിശ്വസിക്കുകയും അത് മതമായി അംഗീകരിക്കുകയും ചെയ്തവർ. 15. തൗറാത്ത് നൽകപ്പെട്ട പ്രവാചകൻ ആരാണ്? ദാവൂദ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം. ഉത്തരം സി മൂസ നബി അലൈഹിസ്സലാമക്കാണ് തൗറാത്ത് നൽകപ്പെട്ടത്. 16. അബ്രഹത്ത് വലിയ ദേവാലയം നിർമ്മിച്ചത് എവിടെ? സൻആ, യസ്രിബ്, മക്ക, സിറിയ. ഉത്തരം എ സൻആ. യമനിലെ സൻആയിലാണ് അബ്രഹത്ത് വലിയ ദേവാലയം നിർമ്മിച്ചത്. 17. വിജയം നേടാൻ സൂറത്തുൽ അസ്റിൽ പറയുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക, ഖുർആൻ പാരായണം ചെയ്യുക, ദിക്റുകൾ ചൊല്ലുക, നിയമങ്ങൾ പഠിക്കുക. ഉത്തരം എ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക എന്നതാണ് വിജയം നേടുവാനുള്ള 4 കാര്യങ്ങളിൽ ഒന്നായി സൂറ അസ്റിൽ പഠിപ്പിക്കുന്നത്. 18. അഹ്ലുൽ കിതാബിൽ പെട്ടവരാണ് ആദം അലൈഹിസ്സലാമയുടെ അനുയായികൾ, നൂഹ് നബി അലൈഹിസ്സലാമയുടെ അനുയായികൾ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ, മൂസ നബി അലൈഹിസ്സലാമയുടെ അനുയായികൾ. ഉത്തരം ഡി മൂസ നബി അലൈഹിസ്സലാമയുടെ അനുയായികളാണ് അഹ്ലുൽ കിതാബിൽ പെട്ടവർ. 19. ഘോരശബ്ദമുണ്ടാക്കുന്ന തരത്തിൽ ഒരു വസ്തു മറ്റൊരു വസ്തുവുമായി കൂട്ടിയിടിക്കുന്നതിന് പറയുന്നത് അൽ ആദിയാത്ത്, ഹുമസ, അൽ ഖാരിഅ, അസ്ഖാൽ. ഉത്തരം സി അൽ ഖാരിഅ. അൽ ഖാരിഅ എന്നാൽ ഘോര ശബ്ദമുണ്ടാക്കുന്ന തരത്തിൽ ഒരു വസ്തു മറ്റൊരു വസ്തുവുമായി കൂട്ടിയിടിക്കുന്നതിനാണ്. 20. യഖീൻ എന്ന പദത്തിൻ്റെ അർത്ഥമെന്ത്? കണ്ണ്, ദൃഢജ്ഞാനം, ജീവിതം, നരകക്കുഴി. ഉത്തരം ബി ദൃഢജ്ഞാനത്തിനാണ് യഖീൻ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യഖീൻ ദൃഢമായ അറിവ്, ഉറപ്പായ അറിവ്.